നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശുദ്ധിയെപ്പറ്റി എപ്പോഴെങ്കിലും ശരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് വെറുതെ കഴുകി വൃത്തിയാക്കുന്നതിനപ്പുറം അതിന് വേറെ എന്തെങ്കിലും ഒരു തലം കൂടി ഉണ്ടെങ്കിലോ? അതെ, യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നോക്കാം എന്താണ് ഭക്ഷണത്തിന്റെ യഥാർത്ഥ ശുദ്ധിയെന്ന്. ഇപ്പോ ശുദ്ധമായ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? മിക്കവാറും നല്ല വൃത്തിയുള്ള ഫ്രഷായ ഭക്ഷണം അല്ലേ? ശരിയാണ്. പക്ഷേ അത്രമാത്രം മതിയോ? അതാണോ അതിന്റെ മുഴുവൻ അർത്ഥം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുള്ളത്. ഈ ശുദ്ധി എന്നു പറയുന്നത് നമ്മുടെ പാത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ജീവശക്തിയെ, ആ ഒരു ആന്തരിക ഊർജത്തെ, യുഗഋഷി അതിനെ മാനവീയ വിദ്യുത് എന്നാണ് വിളിക്കുന്നത്, അതിനെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ, എന്താണ് ഒരു ഭക്ഷണത്തെ ശരിക്കും ശുദ്ധമാക്കുന്നത്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ത്രിവിധ ശുദ്ധി എന്നൊരു ആശയത്തിലാണ്. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം എന്താണിത് എന്ന്. അതായത് ഭക്ഷണത്തിന് പ്രധാനമായും 3 തരത്തിലുള്ള ശുദ്ധി വേണമെന്നാണ് പറയുന്നത്. ഒന്ന്, പദാർത്ഥശുദ്ധി. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നല്ല സാത്വികമായിരിക്കണം, പോഷകങ്ങൾ നിറഞ്ഞതായിരിക്കണം. 2, അർജ്ജനാശുദ്ധി. അതായത് ആ ഭക്ഷണം വാങ്ങാനുള്ള പണം നമ്മളെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്, അത് സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കിയതാവണം. പിന്നെ മൂന്നാമത്തേത് സംസ്കാരശുദ്ധി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണോ ആ ഭക്ഷണം പാകം ചെയ്യുന്നത്, അവരുടെ മാനസികാവസ്ഥ, സ്നേഹത്തോടെയും നല്ല ചിന്തകളോടെയുമാണോ അത് തയ്യാറാക്കിയതെന്നതൊക്കെ ഇതിൽ വരും. യുഗഋഷി ഇതിനെ വളരെ മനോഹരമായി ഒറ്റ വരിയിൽ ഒതുക്കിയിട്ടുണ്ട്. അന്നമെങ്ങനെയോ മനസ്സും അങ്ങനെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ആഴമുള്ള വാക്കുകളാണിത്. നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ വരെയാണ് രൂപപ്പെടുത്തുന്നത് എന്നർത്ഥം. നമ്മുടെ ഉള്ളിലെ ഈ മാനവീയ വിദ്യുത്തില്ലേ, അതിനൊരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നതുപോലെയാണ്. എന്നാൽ അശുദ്ധമായ ഭക്ഷണമാണെങ്കിലോ അത് നമ്മുടെ എനർജി പതിയെ പതിയെ ചോർത്തിക്കളയും, ബാറ്ററി ഡ്രെയിൻ ആവുന്നതുപോലെ. അപ്പോ ഈ വ്യത്യാസം വളരെ വ്യക്തമല്ലേ? ഒരു വശത്ത് അശുദ്ധമായ ഭക്ഷണം നമ്മുടെ ചിന്തകളെ ആകെ കലക്കിമറിച്ച് ഊർജ്ജം മുഴുവൻ കളയുന്നു. അതേസമയം മറുവശത്ത് ശുദ്ധമായ ഭക്ഷണമോ അത് മനസ്സിന് നല്ല തെളിച്ചവും ഒരു സമാധാനവുമൊക്കെ തരുന്നു. ഈയൊരു ചിന്തയിലെ വ്യക്തതയില്ലേ, അവിടെ നിന്നാണ് ഒരു വിചാരക്രാന്തി, അതായത് ഒരു ചിന്താവിപ്ലവം തന്നെ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു നിമിഷമൊന്ന് നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, ഞാൻ കഴിക്കാൻ പോകുന്ന ഈ ഭക്ഷണം എന്റെ ശരീരത്തിനു മാത്രമുള്ളതാണോ അതോ എന്റെ ആത്മാവിനും കൂടിയുള്ളതാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താനാകും.